വളരെ ഈ എംസ റോഡിൻ്റെ സൈഡിൽ വളരെ അഭിമാനകരമായിട്ട് ഉള്ള ഒരു ക്ഷേത്രം നമുക്ക് പണിയാൻ സാധിച്ചു. അതുപോലെ തന്നെ ഈ വർഷം ക്ഷേത്രത്തിൻ്റെ ഏകദേശം എല്ലാ നിർമ്മാണങ്ങളും പൂർത്തീകരിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ ഈ ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ആരംഭം കുറിച്ച് വെച്ചിട്ടുണ്ട്. സാമാന്യമായിട്ട് കുറച്ച് കാലത്തേക്കുള്ള ഒരു ഉപാധിയാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ അടുത്തത് ഏറ്റവും നമുക്കിപ്പോൾ ഒരു അവസ്ഥ മോശമുള്ളത് നമ്മുടെ ആറാട്ടുകുളമാണ്. സ്വന്തമായിട്ട് ആറാട്ടുകുളം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യപ്രകാരം ഇവിടെ ഒരു താൽക്കാലിക കുളം കുഴിച്ച് നമ്മൾ ആറാട്ട് കഴിഞ്ഞ 2-3-4 വർഷമായിട്ട് ഇവിടെ നടത്തി വരികയാണ്. ഒരു നമ്മുടെ അടുത്ത വർഷം ആറാട്ട് നടക്കുമ്പോൾ ഒരു മനോഹരമായിട്ടുള്ള കുളം ഇതിനേക്കാൾ ഇത്രയും വലുപ്പമില്ലാതെ ചുരുക്കിയിട്ട് നല്ല ഉത്തമമായ ഒരു കണക്കിൽ ഒരു കുളം ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതും കൂടെ പൂർത്തീകരിച്ചാൽ നമുക്ക് ആറാട്ടുകുളവും ക്ഷേത്രവും ഒക്കെ ആയിട്ട് അത് നല്ല രീതിയിൽ നമ്മുടെ ഉത്സവം പൂർത്തീകരിക്കാൻ സാധിക്കും. അതൊന്നും എല്ലാവരും ചേർന്നിട്ട് അതിൻ്റെ കാര്യം ഒന്ന് നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പിന്നെ എഴുന്നള്ളിക്കാൻ ഒരു രഥത്തിൻ്റെ കാര്യം ഇങ്ങനെ ആലോചിച്ചു. ഭഗവാനെ എഴുന്നള്ളിക്കാൻ നമ്മൾ ആനപ്പുറം ഉത്സവങ്ങൾ ഇപ്പോൾ വളരെ ചുരുങ്ങി വരിക. അപ്പോൾ ആന ഇല്ലാത്ത ഉത്സവങ്ങളാണ് കൂടി വരുന്നത്. ഇനി മുന്നോട്ടുള്ള കാലത്ത് നമുക്ക് ആനപ്പുറത്ത് എഴുന്നള്ളിക്കാനുള്ളൊരു സാഹചര്യം വരുന്നത്. അപ്പോൾ അതിനും ഇവിടെ നമ്മൾ ഈ യാത്രയൊക്കെ പോകുമ്പോൾ അതും കൂടെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ അടുത്ത് വയലായിൽ രഥമുണ്ട്. അതുപോലെ ഒരു രഥം കൂടെ നമ്മൾ നിർമ്മിക്കുന്ന കാര്യം കൂടെ എല്ലാവരും ചേർന്ന് പൊതുയോഗത്തിന് അനുമതി വാങ്ങിയിട്ട് അതുകൂടെ ചെയ്യണമെന്നൊന്ന് പറയാൻ വേണ്ടിയിട്ട്